ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം വന്നു. തുടർച്ചയായ മൂന്നാം ടേമിലും അധികാര തുടർച്ച ലക്ഷ്യം വെച്ചിരുന്ന ആപ്പിന് കാലിടറി. 22 സീറ്റിലേക്ക് അവർ താണുപോയി. 48 സീറ്റുകളുമായി BJP അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് ശ്രദ്ധേയമായ കാഴ്ച ഡൽഹിയിൽ നിന്നുള്ളത്. 4 നൂറ്റാണ്ടിന് ശേഷമാണ് തലസ്ഥാനത്ത് BJP അധികാരം പിടിക്കുന്നതും ശ്രദ്ധേയം. ഏറ്റവും ദയനീയമായൊരു പ്രകടനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. 6% വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ എന്നതിനപ്പുറം ഒറ്റ സീറ്റും തുടർച്ചയായ രണ്ടാം ഇലക്ഷനിലും തുടർച്ചയായ 3 ടേമുകൾ ഡൽഹി അടക്കി ഭരിച്ച കോൺഗ്രസിന് തുടർച്ചയായ രണ്ടാമത്തെ ഇലക്ഷനിലും ഒറ്റ സീറ്റ് പോലുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആപ്പിൻ്റെ ഒരു വസന്തം, ആപ്പിൻ്റെ ഒരു കാലം അവസാനിച്ചോ? അവരുടെ തിരിച്ചടി എങ്ങനെ കാണണം? ഈ തിരിച്ചടി കുറെ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്നതാണോ, അല്ലെങ്കിൽ തിരിച്ചു വരാൻ അവർക്ക് കെൽപ്പുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ഇപ്പോൾ ഈ വോട്ട് ഷെയർ ഒക്കെ നോക്കുമ്പോൾ ആകെ ഒരു BJPയും ആപ്പും തമ്മിലുള്ള വ്യത്യാസം ആകെ 3% ഒരു വോട്ട് ഷെയറേ ഉള്ളൂ. പിന്നെ തുടർച്ചയായ മൂന്നാം ടേമാണെന്ന് ഓർക്കണം. അപ്പോൾ ഒരു ആപ്പ് അവസാനിച്ചു എന്നൊക്കെ പറയാറായോ? 3% വോട്ട് ഷെയർ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നത്. 3% വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ വലുതാണ്. വോട്ട് ഷെയറിൻ്റെ ഡിഫറൻസ് വലുതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, അവിടെ വോട്ട് ഷെയർ കൂടുതൽ കിട്ടിയ പാർട്ടി തോറ്റുവാണ് ചെയ്തത്. അപ്പോൾ വോട്ട് കൂടുതൽ പിടിക്കുക എന്നുള്ളതല്ല, ജയിക്കാൻ ആവശ്യമായ വോട്ട് പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നന്നായി അറിയാവുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ തീരെ ചെറിയ മാർജിനിലാണ് BJP ജയിക്കുന്നത്, ചിലയിടങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിനും ജയിക്കുന്നുണ്ട്. ഈ തീരെ ഭൂരിപക്ഷം കുറഞ്ഞ മാർജിനിൽ ആം ആദ്മി പാർട്ടി തോറ്റുപോയതൊക്കെ കോൺഗ്രസ് വോട്ടുകളാണ് അവർ തോൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസുമായി വേർപിരിഞ്ഞ്, അപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വേർപിരിഞ്ഞെന്ന് മത്സരിക്കുന്നു. കോൺഗ്രസ് കുറേ കൂടി പവർഫുള്ളായിട്ട് അവിടെ ഒരു ക്യാമ്പയിൻ നടത്തുന്നു. രാഹുൽ ഗാന്ധി വരെ വന്ന് അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രസംഗിക്കുന്നു എന്ന് വരുമ്പോൾ ഏതൊക്കെ സീറ്റുകളിൽ ജയിക്കാൻ കഴിയുമെന്ന് വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം, തെരഞ്ഞെടുപ്പ് പ്രചാരണ സംവിധാനം, തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് സംവിധാനം BJPക്ക് ഉണ്ട്. അത് നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളും കണ്ടതാണ്. അപ്പോൾ ഈ ഡൽഹിയിലെ BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ നമുക്ക് അത്ഭുതം കൂറാനൊന്നുമില്ല. പക്ഷേ ഈ തോൽവി എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ക്രൂഷ്യലാവുന്നു എന്ന് പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ തോറ്റുപോയി എന്നുള്ളതാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കുക എന്ന് BJP തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അതിഷി ജയിക്കുകയും അരവിന്ദ് കെജ്രിവാളും സിസോദിയും തോൽക്കുക എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എന്താണ്? ഞാൻ ജനങ്ങളുടെ കോടതിയിലേക്ക് പോവുകയാണ്, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ ആ സമയത്തെ BJP തീരുമാനിച്ചിട്ടുണ്ട്. അതെങ്ങനെ തോൽപ്പിക്കണമെന്ന് നന്നായി BJPക്ക് അറിയാം. അതായത് വലിയ ഭൂരിപക്ഷം നേടി കുറേ അധികം 70, 60, 62 സീറ്റ് നേടി ജയിക്കുക എന്നുള്ളതല്ല BJPയുടെ ലക്ഷ്യം. BJPക്ക് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രം. അത്രയും സീറ്റ് ജയിച്ചാൽ മതി. 1 ലക്ഷം ഭൂരിപക്ഷത്തിനോ അല്ലെങ്കിൽ 50,000 ഭൂരിപക്ഷത്തിനോ ജയിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. 500 വോട്ടിനാണെങ്കിലും ജയിക്കുക, സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇതാണ് ഇലക്ഷൻ മാനേജ്മെൻറ്റ്. ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റ് BJPക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി, രണ്ടൊന്ന് ഡൽഹിയിലെ ഭരണം നഷ്ടപ്പെട്ടത്. അത് ഈ 2 കാര്യങ്ങളും പഞ്ചാബിലെ അവരുടെ സ്ഥിതിയും കുറേ കൂടി വഷളാക്കും. കാരണം പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ ഒരു റിപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ വരുന്നത്. അപ്പോൾ കോൺഗ്രസ് കുറേ കൂടി, ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കണ്ടു, കുറേ കൂടി വോട്ട് കൂടുതൽ പിടിക്കുന്നുണ്ട്. അവർ പറ്റേ തോറ്റമ്പി എടുത്തുന്ന അവർ കുറച്ചുകൂടി വോട്ട് പിടിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കുറേ അധികം വോട്ടർമാർ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ആം ആദ്മി പാർട്ടി നേതാക്കൾ BJPയിലേക്ക് പോലെ 1-2 പേർ കോൺഗ്രസിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവിടെ ഒരു തിരിച്ചുവരവിന് ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് അത് ആഘാതം കൂട്ടി ആ കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ശരിയാണ്. ഇത് പഞ്ചാബിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്കുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ CPM നോക്കുക, തമിഴ്നാട്ടിലെ DMK നോക്കുക, ഇത് രണ്ടിനും അവരുടെ ഗവേണൻസിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അവരുടെ ഭരണത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ വോട്ടർമാരെ അവരോട് ചേർത്ത് നിർത്താൻ വേണ്ടി അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. ഇപ്പോൾ DMKയെ സംബന്ധിച്ച് അവർ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം അവർ ഉൾക്കൊള്ളുന്നുണ്ട്, അത് സ്ഥിരം പ്രസംഗിക്കുന്നുണ്ട്. അത് ഫെഡറലിസത്തെ തച്ച് തകർക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ, BJPക്കെതിരെ വോട്ടർമാരെ ചേർത്ത് നിർത്താൻ ആ പ്രത്യയശാസ്ത്രം സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ CPM നോക്കുക, CPMനൊരു ഉറച്ച ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി വെച്ച് തന്നെ സ്വന്തം വോട്ടർമാരെ അവരോടൊപ്പം നിർത്താൻ അവർക്ക് കഴിയും. കാരണം എന്തെങ്കിലും ഭരണപരമായ വീഴ്ചകൾ ഉണ്ടാവുക, ഭരണത്തിൽ വോട്ടർമാർക്ക് അസംതൃപ്തി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ മറ്റ് ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് അതിനെ മറപ്പിച്ച് കളയാൻ കഴിയും. BJPക്കും അതിന് കഴിയും. BJP കഴിഞ്ഞ 10 വർഷമായി അവർ രാജ്യത്ത് തേനും പാലും ഒഴിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഐഡിയോളജി അവരെടുത്ത് പ്രയോഗിക്കും. അത് ഹിന്ദുത്വമാണ്. അപ്പോൾ ഹിന്ദുത്വം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റ് ഭരണപരമായ കുറവുകളെ മറയ്ക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്, ഒരു പരിധിവരെ തൃണമൂൽ കോൺഗ്രസിന് കഴിയുന്നുണ്ട്,
DMK കഴിയുന്നുണ്ട്, CPM കഴിയുന്നുണ്ട്. പക്ഷേ ഇത് ആം ആദ്മി പാർട്ടിക്ക് ഇത് കഴിയില്ല. അതിന് കാരണം അവർക്കൊരു ഐഡിയോളജി ഇല്ല. വോട്ടർമാർക്ക് ഞങ്ങൾ അത് തരും, ഞങ്ങൾ ഫ്രീ ബീസ് തരും, ഇതെല്ലാം ഡെലിവർ ചെയ്യപ്പെടണം. ഞങ്ങൾ മൊഹല്ല ക്ലിനിക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രീ ബീസ് തരും, അല്ലെങ്കിൽ ഫ്രീ ബസ് യാത്ര തരും, ഇതെല്ലാം തരും എന്ന് പറയുമ്പോൾ ഇതെടുത്ത് കൊടുക്കണമല്ലോ. ഇത് കൊടുക്കാനുള്ള ഒരു തടസ്സം എന്നാണ് ഇവരെ ചോക്ക് ചെയ്യാൻ നിൽക്കുന്ന കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സൗമനസ്യത്തോടെ അല്ലാതെ ഇന്ന്, അതായത് BJP ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ സൗമനസ്യത്തോടെ അല്ലാതെ ഇന്ന് ഒരു സംസ്ഥാനത്തിനും ഒരു ക്ഷേമ പ്രവർത്തനവും നടത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ഐഡിയോളജിയും കയ്യിലില്ല. ആകെയുള്ളത് ഫ്രീ ബീസ് കൊടുക്കും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള വാഗ്ദാനം മാത്രമായിരിക്കെ അത് കൃത്യമായി ഡെലിവറി ചെയ്യാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും വോട്ടർമാർ അവരിൽ നിന്നാകുന്നു പോകും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ കണ്ടത്. ഇതേ ഭീഷണി നേരിടുന്ന വേറൊരു പാർട്ടിയുമില്ല. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ, സമാജ്വാദി പാർട്ടി അധികാരത്തിലുണ്ടെന്ന് കരുതുക, അവർക്ക് അവരുടെ വോട്ടർമാരെ നിലനിർത്താൻ അവർക്ക് അവരുടേതായ ഐഡിയോളജി ഉണ്ട്. യാദവ് പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ മൈനോറിറ്റി യാദവ് OBC പൊളിറ്റിക്സ് ഉണ്ട്. ആം ആദ്മി പാർട്ടിക്ക് എന്താ ഉള്ളത്? ആം ആദ്മി പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്രം പറയാനില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം, ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നാൽ അവരെന്താ ചെയ്യുന്നത്? ഉടൻ പോയി ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനിൽ പോയി നിൽക്കുന്നു. അതിപ്പം അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാവട്ടെ, CAA പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം നമ്മൾ ഓർക്കുന്നുണ്ടാവും. എന്താ അദ്ദേഹം പറഞ്ഞത്? അത് നടപ്പാക്കാൻ പാടില്ല, നടപ്പാക്കിയ എന്ത് സംഭവിക്കുന്ന അദ്ദേഹം പറയുന്നത്? പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കൊടുക്കേണ്ടി വരും, നമ്മുടെ ജോലി നഷ്ടമാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പൗരത്വ ബില്ലിൻ്റെ ഏറ്റവും ദോഷകരമായ കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വരും, അവർക്ക് ജോലി എടുക്കേണ്ടി വരും, അതുകൊണ്ട് ഇവിടെയുള്ള ജോലി പോകുമെന്നുള്ളതാണ്. അതല്ലാതെ ഭരണഘടനാപരമായി ഭരണഘടനാദത്തമായ പൗരാവകാശമായ പൗരത്വം, ആ പൗരത്വം ഒരു വിഭാഗം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രശ്നമേ അല്ല. അപ്പോൾ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് പറയാറില്ല. അവർ പറയേണ്ടി വന്നാൽ അവരെടുക്കുക ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സ്റ്റാൻഡാണ് എടുക്കുക. അതിൽ നല്ല മികച്ച ഹിന്ദുത്വ സ്റ്റാൻഡ് എടുക്കുന്ന BJP അപ്പോൾ ഇപ്പോൾ എന്തിന് ഈ ഐഡിയോളജിക്കൽ സ്റ്റാൻഡിന് വേണ്ടി വോട്ടർമാർ ആം ആദ്മി പാർട്ടിയെ പിന്താങ്ങണം? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫ്രീ ബീസ് എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു ട്രേഡ് മാർക്ക് എന്താണ്? തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. ആ അജണ്ട കോൺഗ്രസും ഒരു പരിധിവരെ പറയുന്നുണ്ട്, BJP അത് തന്നെ പകർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിലനിൽക്കുന്ന ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾ വെട്ടിക്കുറയ്ക്കില്ല എന്ന് BJP പറയുന്നു. അതുപോലെ ഇതിലും നല്ല ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ഡെലിവർ ചെയ്യാം എന്ന് BJP പറയുമ്പോൾ, കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ എത്രയോ കാലം ജയിലിൽ കിടക്കേണ്ടി വരുന്ന, ജാമ്യത്തിന് വേണ്ടി കോടതികൾ തോറും അലയേണ്ടി വരുന്ന ഒരു മുഖ്യമന്ത്രിയാണോ നല്ലത്? അതല്ല, BJP ഇതെല്ലാം നമുക്ക് തരാമെന്ന് പറയുന്നുണ്ടല്ലോ, അവരാണോ നല്ലതെന്ന് വോട്ടർമാർ ചിന്തിച്ചാൽ, ഇതാണ് ഈ ഒരു പാർട്ടിക്ക് ഐഡിയോളജി ഇല്ലാതായാലുള്ള പ്രശ്നം. ഞങ്ങൾ എന്തിന് CPM-ന് വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ എന്തിന് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ എന്തിന് DMK-ക്ക് വോട്ട് ചെയ്യുന്നു പറയുമ്പോൾ ഈ ഫ്രീ ബീസ് കിട്ടാൻ വേണ്ടി മാത്രമല്ല വോട്ടർമാർ വോട്ട് ചെയ്യുന്നത്. ദേ ആർ വോട്ടിംഗ് ഫോർ ആൻ ഐഡിയോളജി, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിക്ക് നിങ്ങൾ ഫ്രീ ബീസ് തരാമെന്ന് പറയുമ്പോൾ തരുമെന്ന് എന്താണ് ഉറപ്പ്? അരവിന്ദ് കെജ്രിവാൾ സ്വന്തം കാലിലേക്ക് വെടിവെച്ച് മറ്റൊരു സന്ദർഭം കൂടി ഉണ്ടായി. അദ്ദേഹം പറയുന്നത് BJP വരരുത്, BJP വന്നാൽ ഈ ഫ്രീ ബീസ് എല്ലാം വെട്ടിക്കുറയ്ക്കും. ആ ക്ലെയിമിന് ഒരു ഇതില്ല. എന്താണ് അതിനൊരു തെളിവില്ല, വെറുതെ അദ്ദേഹം പറയാണ് വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുമ്പോൾ BJP വരാനില്ല, ഞങ്ങളത് ആം ആദ്മി പാർട്ടി സർക്കാർ തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുടരും എന്ന് BJP പറയുമ്പോൾ വോട്ടർമാർ സ്വാഭാവികമായി അങ്ങോട്ട് ചായുക സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ ഭാവിയും നിലനിൽപ്പുമാണ്. അത് വലിയ അപകടത്തിലാണ്. അതിൻ്റെ കാരണം ഇന്ന് കെജ്രിവാൾ അധികാരമുള്ള നേതാവല്ല. അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഗവേണൻസ് മോഡലില്ല. ഇതുവരെ അവർ പറഞ്ഞിരുന്നത് ഡൽഹി നോക്കൂ, ഡൽഹിയിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നാണ്. പഞ്ചാബിൽ അത് അവർക്ക് സാധിച്ചിട്ടില്ല. പഞ്ചാബിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവർ പറയാറില്ല ഒരിക്കലും. അത് ഡൽഹിയെക്കുറിച്ചാണ് പറയാറുള്ളത്. കെജ്രിവാളിന് അധികാരമില്ല, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് അധികാരമില്ലാതിരിക്കെ ഇനി ഇത് കാണൂ, ഞങ്ങളുടെ മാതൃക കാണൂ എന്ന് പറയാൻ ഇന്ത്യയിൽ എവിടെയും അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാനുള്ള സാധ്യത അടയുന്നതോടൊപ്പം തന്നെ ഡൽഹിയിൽ തന്നെ കുമ്പടയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു റിപ്പർക്കർഷൻ പഞ്ചാബിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിഷാദ്, ആപ്പിൻ്റെ പതനം ഒരു സ്വാഭാവിക പരിണിതിയായി തോന്നുന്നുണ്ടോ? ഈ കെജ്രിവാളിൻ്റെ ഇനിയുള്ള ഭാവി എന്താണ്? അല്ല, ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി ഇന്ത്യൻ മതനിരപേക്ഷ സമൂഹം ഹിന്ദുത്വ എന്ന വർഗീയ ആശയത്തോടുള്ള വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ഈ പരാജയം മതനിരപേക്ഷ സമൂഹത്തിനാകെ വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന അഭിപ്രായം എനിക്കില്ല. എന്ന് വെച്ചാൽ ഇന്ത്യൻ മതനിരപേക്ഷ ചേരിക്ക് പ്രത്യാശ നൽകുന്ന ഒരു മൂവ്മെൻ്റായിട്ട് ഒരു കാലത്തും ആം ആദ്മി പാർട്ടിയെ കാണാൻ കഴിയുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, കേവലമായ അധികാര ലക്ഷ്യത്തോടെ ഏത് നിലയ്ക്കുള്ള വർഗീയ നിലപാടും സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന പാർട്ടിയാണ് ആ പാർട്ടി. ഇപ്പം നേരത്തെ പറഞ്ഞു, പൗരത്വ സമരം നടക്കുമ്പോൾ ആ പൗരത്വ സമരത്തെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും അതിന്മേൽ അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്ത പാർട്ടിയാണ്. കശ്മീരിൻ്റെ ഭരണഘടനാ പദവി ഒരു ദിവസം എടുത്തു കളഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച പാർട്ടിയാണ്. ഞങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ പദവിയെല്ലാം തരുന്നില്ല എന്ന ഇരട്ട നിലപാടുള്ള നിലവിളി ഉയർത്തിയ പാർട്ടിയാണ്.
JNUവിൽ ഭക്ഷണ വിവാദം ഉയർത്തിക്കൊണ്ട് ABVP കയറുന്ന രാമനവമിക്ക് പിള്ളേരെ എടുത്തിട്ട് വിദ്യാർത്ഥികളെ ആക്രമിക്കുമ്പോൾ തല തല്ലി പൊളിക്കുമ്പോൾ ഒരക്ഷരം പറയാതിരുന്ന മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ. വർഗീയത എന്ന ആശയം അപ്പുറത്ത് BJP ഉപയോഗിക്കുന്നുണ്ട്, അതിനെ പരമാവധിയിൽ ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് വിചാരിക്കുന്ന, ഒരു നിലയ്ക്കും ഇന്ത്യൻ മതനിരപേക്ഷതയോട് പരിധി കവിഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു പാർട്ടിയും നേതാവുമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം വന്നത് എവിടെ നിന്നാണ്? അദ്ദേഹം വന്നത് RSSൻ്റെ തിങ്ക് ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ മുൻനിര പോരാളിയായിട്ടാണ്. അദ്ദേഹത്തിന് നിരസിക്കാൻ കഴിയുന്നതല്ല, നിഷേധിക്കാൻ കഴിയുന്നതല്ല തൻ്റെ പൂർവ്വകാല ചരിത്രം. അങ്ങനെയാണ് വന്നത്. ഫൈനലി സ്വന്തം പാർട്ടി ഉണ്ടാക്കി മൂവ്മെൻറ്റായി വന്നു. BJP അവർക്കെതിരെ ഉയർന്നു വന്ന ഒരു മുള പൊട്ടി ഒന്നിനെ ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഒരു പ്രത്യാശയുടെ കൂടെ നിൽക്കുന്ന ആം ആദ്മി പാർട്ടി ജയിച്ചിരുന്നെങ്കിൽ അത് ഇന്ത്യൻ സെക്യുലർ സ്പേസിൻ്റെ ഒരു വിക്ടറി എന്നൊന്നും കരുതുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഇത്തരം കുമിളകൾ കൊണ്ടല്ല ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ട് ഇത് പൊട്ടിയതിൽ സെക്യുലർ സൊസൈറ്റി നിരാശപ്പെടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നതേയില്ല. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യം നേരത്തെ അജിംസ് പറഞ്ഞത് വളരെ പ്രധാന സംഗതിയാണ്. പ്രത്യയശാസ്ത്ര അടിത്തറയില്ല എന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ്? അതിൻ്റെ ഏക പ്രത്യയശാസ്ത്രം അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവാണ്. അയാളാണ് ഡൽഹിയിലെ നേതാവ്, അയാളാണ് പഞ്ചാബിലെ നേതാവ്. ഗുജറാത്തിലും എവിടെ പോയി മത്സരിക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ വന്നാണ് ക്യാമ്പയിൻ ചെയ്യുക. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിലൂടെ ഉയർന്നു വന്ന ഒരു പഴയ സിവിൽ സർവീസ് ഓഫീസർ, അയാൾക്ക് അഴിമതി വിരുദ്ധ നിലപാടുകളുണ്ട്, ചൂലെടുത്തുകൊണ്ട് ഈ മൊത്തം നമ്മുടെ മലിനീകരിക്കപ്പെട്ട സംവിധാനങ്ങളെ നന്നാക്കണമെന്ന ആശയമുണ്ട് എന്നതിന് കിട്ടിയ വോട്ടാണ്. അതിന് കിട്ടിയ വോട്ടുകളെല്ലാം അയാൾ തോറ്റുപോയിരിക്കുന്നു. അയാൾ തോറ്റുപോകുന്നതോടെ അതിൻ്റെ ഗോപുരം ഇടിഞ്ഞു വീണു. ഇനി ആരാ നടത്തുക? അതിഷിയെ കണ്ടിട്ടാണോ? സൗരവ് ഭരദ്വാജിനെ കണ്ടിട്ടാണോ? മനീഷ് സിസോദിയെ കണ്ടിട്ടാണോ? ആരെ കണ്ടിട്ടാണ് ആളുകളിൽ നിൽക്കാൻ പോകുന്നത്? അവരൊക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ കൂടിയവരാണ്, അല്ല അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു മൂവ്മെൻ്റ് അല്ല. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തുന്നതോടുകൂടി ആം ആദ്മി പാർട്ടി വീഴും എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് അവർ വീഴ്ത്തി. അതിന് പല മാർഗ്ഗങ്ങൾ അവർ അവലംബിച്ചിട്ടുണ്ട്. അത് ഡിസ്കസ് ചെയ്യേണ്ട സംഗതികളാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. വീണ് കഴിഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ അങ്ങേയറ്റം ദുർബലനായി കാണണം. BJPയെ സംബന്ധിച്ച് BJP ഒരിടത്ത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നല്ലോ, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല എന്ന മട്ടിൽ റെസ്റ്റ് എടുക്കുന്നവരല്ല. അവർ 2014 അധികാരത്തിൽ വന്നു, 2019 കൂറ്റൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അവർ വെറുതെ ഇരുന്നോ? ഇല്ല. പ്രതിപക്ഷം തലപൊക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയിടത്തെല്ലാം ഇനി ഒരു പ്രതിപക്ഷം ഉണ്ടായി വരരുത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും അവർ തീർത്തില്ലേ? തമിഴ്നാട്ടിലടക്കം വന്നു ED, ഇവിടെ വന്നു ED. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൂടെ പിടിച്ച് ഹെറാൾഡ് കേസിൽ പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു. പൂട്ടാൻ കഴിയുന്ന സകലരെയും പൂട്ടുക, ഒന്നുകിൽ ഭയപ്പെടുത്തി അവരുടെ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ പൂട്ടുക. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ ഇടയിൽ അഗ്നിശുദ്ധി വരുത്തി വരാൻ പോവാണ് എന്നാണ്. ഒരു അഗ്നിശുദ്ധിയും വരുത്തിയില്ല. അരവിന്ദ് കെജ്രിവാൾ ദുർബലനായി ഇതാ ഡൽഹിയിലെ തെരുവിൽ നിൽക്കുന്നു. ഇനി എന്തായിരിക്കും BJP ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെൻറ്റിനെ കൊണ്ടു നടക്കാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും BJP പൂട്ടും. സംഭവിക്കാമെന്നതാണ്. ആരും ഉണ്ടാവില്ല ചോദിക്കാൻ. ആരുണ്ട് ചോദിക്കാൻ? ഇപ്പോൾ ആരും അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കാനില്ല. അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കാൻ ആരും നേരത്തെയും അവർക്കറിയാം. ഈ തോൽവിയുടെ മുമ്പേ ചില സൂചനകളുണ്ട്. അതായത് മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുമ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ ആം ആദ്മി പാർട്ടി ശ്രമിച്ചു. പാർട്ടി പ്രവർത്തകരല്ലാതെ ജനങ്ങളെ അണിനിരത്താൻ ആ പാർട്ടി കഴിഞ്ഞില്ല. പലകുറി ഈ മദ്യനയ അഴിമതി കേസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ വേട്ടയാടിയപ്പോഴെല്ലാം അന്ന് അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റ് 2013 ഉണ്ടാക്കിക്കൊണ്ട് വന്നതിന് സമാനമായി ഡൽഹിയിലെ ജനങ്ങളെ, മിഡിൽ ക്ലാസ് സൊസൈറ്റിയെ തെരുവിലിറക്കുന്നതിൽ, പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൽ ആ പാർട്ടി പരാജയപ്പെട്ടു. ജനങ്ങൾ കൈവിട്ട് തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു അവസാനത്തെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത്. അദ്ദേഹം ന്യൂഡൽഹി മണ്ഡലത്തിൽ തോറ്റുപോകുന്നത്. അത് BJPക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ ചിലയിടത്തൊക്കെ പരിഹസിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടത് വർക്കായി. കാരണം ആളുകൾക്ക് പ്രത്യയശാസ്ത്ര അടുപ്പമില്ലാത്തതുകൊണ്ട് എന്തിനാണ് നിരന്തരം ഈ കേന്ദ്ര സർക്കാരുമായി കലഹിക്കുന്നത്? ഇങ്ങനെ കലഹിച്ച് നമുക്ക് കിട്ടേണ്ടത് പലതും കിട്ടാതെ പോകുന്നു. എപ്പോഴും സംഘർഷങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ബോധമുള്ള ആളുകൾ, പല സ്ഥലത്ത് ആളുകൾ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്, ഫെഡറലിസ്റ്റിനായിട്ടുള്ള ഇടപെടലാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ കേരളത്തിലൊക്കെ ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവിടുത്തെ ആളുകൾ, പ്രത്യേകിച്ച് അവിടുത്തെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അവർക്ക് ഭരണഘടനാ മൂല്യങ്ങൾ, ഫെഡറൽ വ്യവസ്ഥ, സംസ്ഥാനങ്ങളുടെ അവകാശം, അതിനെക്കുറിച്ചൊന്നും അവർ പരിധി കവിഞ്ഞ ബോധേടായവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. കേന്ദ്രത്തിൽ മോദി, ഇവിടെയും മോദി ആളാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ വരും. അതിനിടയ്ക്കാണ് ശമ്പള കമ്മീഷൻ, അതിനിടയ്ക്കാണ് 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് ഇളവ് പോരെ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അനുകൂലമായ ഒരു സംഗതി രൂപപ്പെട്ട് വരികയാണ്. പിന്നെ നിരന്തരമായി 2013-ലും 15-ലും 20-ലും എല്ലാം നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്തതാണ്. ഒരേ കാര്യം ഇവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഇവർ മുന്നോട്ട് വെക്കുന്നത് പുതിയ അവകാശവാദങ്ങളാണ്. ഞങ്ങൾ തരാമെന്നത്. BJPയും അത് വയ്ക്കുകയാണ്. ഇവർ പറഞ്ഞ് സ്ത്രീകൾക്ക് ഞങ്ങൾ ബസ്സിൽ സൗജന്യ യാത്ര, അവർ സ്ത്രീകൾക്കും യുവാക്കൾക്കും സൗജന്യ യാത്ര കൊടുക്കാം, സ്ത്രീകൾക്ക് 2500 രൂപ കൊടുക്കാം, 500 രൂപ ഗ്യാസ് സിലിണ്ടർ കൊടുക്കാം. ഞങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട്? ഞങ്ങൾ മധ്യപ്രദേശിൽ കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രോജക്റ്റ് വിജയിക്കുകയും തെരഞ്ഞെടുപ്പിൽ അവർക്ക് സക്സസ്ഫുൾ ആവുകയും ചെയ്തതാണ്. ജനങ്ങൾ വിശ്വസിക്കും. ആ മോഡലെല്ലാം BJP നിറവേറ്റിയതാണ്.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഹിന്ദുത്വം അങ്ങനെ കാര്യമായി വന്നിട്ടില്ല. പരമാവധി ഹിന്ദുത്വം ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയായിരിക്കും. ആം ആദ്മി പാർട്ടിയാണ് ഈ പറഞ്ഞ പൂജാരിമാർക്കുള്ള ഫണ്ട് പ്രഖ്യാപനം നടത്തുന്നു, നിരന്തരമായി ഹനുമാൻ ചാലീസ പോലുള്ള സംഗതികൾ, ഇവിടെ റോഹിംഗ്യകൾക്ക് ആയി ബന്ധപ്പെട്ട വിഷയം എടുത്തു ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കാൻ BJP ശ്രമിച്ചതിനോടൊപ്പം അതിൽ കൂടുതലോ ആം ആദ്മി പാർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാവുന്ന കാരണങ്ങൾ ഇതുണ്ട്. തോറ്റുപോയതിൻ്റെ കാരണം ഒന്നാമത് എന്താണ്, റിപ്പീറ്റ് വാല്യൂ ഇല്ല എന്നാണ് എൻ്റെ പ്രശ്നം. അതായത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ രൂപപ്പെടുന്ന ഒരു ഹ്രസ്വ വസന്തമാണ്, അതിന് റിപ്പീറ്റ് വാല്യൂ ഇല്ല. അത് കഴിഞ്ഞാൽ ആളുകൾ പ്രത്യയശാസ്ത്രം, BJPക്ക് പ്രത്യയശാസ്ത്രമുണ്ട്, ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമുണ്ട്, മറ്റു പാർട്ടികൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ പരിണിതിയാണ്. മുന്നോട്ട് പോകാൻ അതിന് കഴിയുമായിരുന്നില്ല എന്നാണ് അതിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യം. അതിൽ വീണുപോയിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാവും. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇനി ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതകൾ അവസാനിക്കുകയാണ്. തിരിച്ചു വരാൻ അത് തലപൊക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ അസ്തമിപ്പിക്കാൻ, ആരാണോ അതിൻ്റെ ചാലകശക്തിയാവുന്നവരെ അസ്തമിപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് വലിയ പാടായിരിക്കും അവരെ സംബന്ധിച്ച് തിരിച്ചു വരുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം. വീണ്ടും പറയാൻ തോന്നുന്ന കാര്യം, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ പാർട്ടി, അടിസ്ഥാനമില്ലാത്ത ആ പാർട്ടി, അപ്പോൾ തോന്നുന്ന പോലെ നിലപാട് പ്രഖ്യാപിക്കുന്ന പാർട്ടി, ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയ്ക്കും ഭരണഘടനയ്ക്കും പരിക്കേറ്റ സന്ദർഭങ്ങളിൽ പലപ്പോഴും വളരെ തന്ത്രപരമായ മൗനം അവലംബിച്ച പാർട്ടി, ആ പാർട്ടി തോറ്റുപോയതുകൊണ്ട് നമ്മൾ ഒരുപാട് പരിക്കുകൾ നേരിടുകയാണല്ലോ. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ മതനിരപേക്ഷ വ്യവസ്ഥയും ഒരുപാട് പരിക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തോൽവി വലിയ എന്തോ ഒരു നഷ്ടം ഉണ്ടാക്കി എന്നെനിക്ക് തോന്നുന്നതേയില്ല. വേണമെങ്കിലൊക്കെ ജയിക്കാമായിരുന്നു, വേണമെങ്കിൽ കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാക്കിയാൽ പല സ്ഥലത്തും ജയിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങളാണ് അഴിമതിക്കെതിരായിട്ടുള്ള പോരാളി, ഞങ്ങളുടേതാണ് ഡൽഹി എന്ന മട്ടിലുള്ള പ്രവർത്തനവും നിലപാടും അവർക്ക് ആ നിലയ്ക്കൂടെ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ ആവർത്തിച്ചുള്ള വിജയങ്ങൾ മറ്റൊന്ന്, അതിനപ്പുറം ആപ്പ് എന്തോ ഒരു ഇന്ത്യയിലൊരു സംഗതിയായിരുന്നു, അതെന്തൊക്കെയോ കൊണ്ടുവരുമായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തായാലും ആപ്പ് എന്ന ഈ സംവിധാനത്തിൻ്റെ ചരിത്രം, അതിൻ്റെ രൂപീകരണം, അത് വന്ന വഴി, അതിൻ്റെ നിലപാട്, ഇതൊക്കെ പരിശോധിക്കുന്നവർക്ക് ഇതിൻ്റെ അനന്തരം BJP ആണ് എന്ന നേരത്തെ തന്നെ ഒരു പിടിയുണ്ടായിരുന്നു. അതിപ്പോൾ സംഭവിക്കുന്നതാണ് കണ്ടത്. ഇനി എങ്ങനെ ഈ ഘട്ടത്തെയൊക്കെ അതിജീവിക്കാൻ അതിന് കെൽപ്പുണ്ടാകും, ആരോഗ്യമുണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്.